രാവണ സോദരി പിന്നെ ക്രോധത്താൽ രാവണനന്തികെ ചെന്ന് വിലപിച്ചിട്ട് എത്രയും വേഗേന സീതാപഹരണം നിശ്ചയമായും ചെയ്യാൻ അർത്ഥന ചെയ്തു. മാത്രനേരം കൊണ്ടീരേഴു സഹസ്രം രാത്രീഞ്ചരന്മാരെ ഹിംസിച്ച രാമൻ കേവലം മാനുജനല്ല ശ്രീഹരി തന്നെ എന്നുൾപ്പൂവിൽ ചിന്തിച്ചു രാക്ഷസരാജൻ. ദേവഋഷികൾ പണ്ടേകിയ ശാപം തീരുവാനായി 3 ജന്മങ്ങൾ രാക്ഷസരായി പിറന്ന് മരിച്ച് ദേവപാദത്തിൽ ചെന്ന് ചേരണം. ഭോഗിശായിയുടെ പാദത്തിലെത്താൻ ചേതനയേറ്റ് മുക്തി പ്രാപിക്കാൻ തന്മാതുലനാകും മാരീജനരികെ വേഗേന ചെന്നവനിത്തമർത്ഥിച്ചു. രാമലക്ഷ്മണന്മാരെ ദൂരെ അകറ്റി ഏണാംഗബിംബവദന വൈദേഹിയെ എൻ ചാരത്തണയ്ക്കാൻ ഝടിതിയിൽ നീയൊരു ഹേമനിറമാർന്ന സാരംഗമാകണം. രാവണോക്തി കേട്ട് മാരീജൻ തൽക്ഷണം ഹേമനിറമുള്ള സാരംഗമായി മോഹനാംഗിയായ സീതയെ ഏറെ മോഹിപ്പിച്ചുടജാങ്കണത്തിൽ നിലകൊണ്ടു. തുള്ളിക്കളിക്കുന്ന മാനിനെ കണ്ട് തന്നുള്ളത്തിൽ കൗതുകം തോന്നിയ ഭൗമി തൻ കാന്തനോടേവം ചൊല്ലി തൽക്ഷണം ഈ ഏണത്തെ തൽക്ഷണം കൊണ്ടുവന്നിടണം. മാരീച സവിധത്തിൽ ഗമിക്കാൻ തുടങ്ങുന്ന നേരത്ത് രാമൻ സീതയോടിത്തമരുളി പോക നീ പാവകമണ്ഡലം തന്നിൽ മായാ സീതയെ നിർത്തുകയീ വല്ലീഗ്രഹത്തിൽ. തൻ ചാരത്ത് ചെന്ന് പിടിക്കാൻ തുടങ്ങുമ്പോൾ ഓടിച്ചാടിയിടുന്ന മാനിനെ രാമൻ ആശ വെടിഞ്ഞേറ്റം ക്രുദ്ധതയോടെ ചാപമെടുത്ത് ശരമെയ്തു വേഗം. സായകമേറ്റു പിടഞ്ഞ മാരീചൻ തൻ രോദനം കേട്ട ജനകജയം നേരം രാമനരികെ ഗമിക്കുവാനർത്ഥിച്ച് രാമസോദരൻ ചാരേ ക്രന്ദനം ചെയ്തു. മൈഥിലി തന്നെ വിപ്രലാപം കേട്ട് സൗമിത്രി തൽക്ഷണം നിഷ്ക്രമിച്ച നേരം ക്രവ്യാതൻ രാവണൻ വേഗേന ചെന്ന് മൈഥിലിയെ ക്ഷണം ചോരണം ചെയ്തു. വ്യോമയാനം തന്നിൽ സീതയുമൊത്ത് വ്യോമമാർഗേണ ഗമിച്ച ദശാസ്യനെ വ്യോമചാരിയായ ജടായു അന്നേരം തീഷ്ണതുണ്ടത്താൽ കൊത്തിവലിച്ചു. ക്രുദ്ധനാം രാക്ഷസൻ ഗൃധ്രരാജൻ തൻ പത്രങ്ങൾ വെട്ടിമുറിച്ച നേരം ക്ഷണം തപ്തഹൃദയനായി ഭൂമിയിൽ വീണിതേ പക്ഷി ശ്രേഷ്ഠനാം ജടായു അന്നേരം. ത്രാണതൽപരനായ ശ്രീരാമനെ ധ്യാനിച്ച് ശ്രേഷ്ഠൻ രാമപാദാബ്ജം കണ്ടു തൊഴുതിട്ടാമയമെന്നേ യമലോകം പ്രാപിക്കാൻ. മംഗലദേവതയായ സീതയെയും കൊണ്ട് രക്ഷോപരൻ സ്യന്തനം തന്നിൽ ദക്ഷിണദേശേ ഗമിക്കുന്ന നേരം തന്നുത്തമഭൂഷകൾ പാരിലെറിഞ്ഞവൾ അർണവവും താണ്ടിയങ്ങെത്തി വേഗന ദശകന്ധരൻ. അർണവവും താണ്ടിയങ്ങെത്തി വേഗേന ദശകന്ധരൻ തൻ ദേശം ലങ്കാനഗരിയിൽ. ആശരകന്യാഗണങ്ങൾ തൻ മധ്യേ യോഷക്കിരിപ്പിടമേകി നൈര്യതൻ. കാറ്റും മഴയും വെയിലും സദൃക്ഷമായി തോന്നിയ കാതരഗാത്രി മൈഥിലി ഭൂഷവെടിഞ്ഞ് ചീരധാരിയായി ശ്രേഷ്ഠനാം കാന്തനെ ചിന്തിച്ചു മരുവി.
മായാ മൃഗവേഷം പൂണ്ട മാരീജനെ ഘാതം ചെയ്തിട്ട് നടകൊണ്ട ശ്രീരാമൻ അദ്വാവിൽ കണ്ട സോദരനോടൊത്താശ്രമം തന്നിൽ തിരിച്ചെത്തി വേഗേന സീതയെ കാണാതെ പാരം വിഷമിച്ച് തൻ സോദരനും പരിദേവനം ചെയ്യുമ്പോൾ ആശരൻ ചോരണം ചെയ്തത് മായാ സീതയാണെന്നോതിയില്ല രാമൻ. തൻ വല്ലഭ ജാനകി വന്യമണ്ഡലം തന്നിലുണ്ടെന്ന സത്യമുര ചെയ്യുന്നാകിൽ നൈരതരെയെല്ലാം ഉന്മൂലനം ചെയ്ത് ഉർവിയെ പാലിക്കാനാകില്ല നിർണയം. ഇങ്ങനെ ചിന്തിച്ചങ്ങാകുലം ഭാവിച്ച് അങ്ങനെ ഇങ്ങനെ ചിന്തിച്ച് രാമൻ ഉത്ഫുല്ലങ്ങളോടും വല്ലികളോടും അശ്രുകപോലത്താൽ ഭൗമിയെ തേടി. ഇത്തരം മായാ മനുഷ്യരെ പോലെ ചിത്തം നനച്ച രാമൻ രഘൂത്തമൻ പൊൽത്താർമാനിനിയെ കണ്ടെത്തുവാനായി തന്നുത്തമൻ സോദരനൊത്തു ചരിച്ചു.